നേരത്തെ കറക്റ്റ് ചോദിക്കാനിരുന്ന ചോദ്യമാണ് ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ഇപ്പം നമ്മളൊരു ആക്സെപ്റ്റൻസ് പറഞ്ഞല്ലോ, സൊസൈറ്റി ആക്സെപ്റ്റൻസ്. ഇപ്പം കാതൽ സിനിമയിൽ ശ്രീ മമ്മൂട്ടി അഭിനയിച്ച ഒരു കഥാപാത്രമാണ്. അതിനെ നമ്മൾ അത്രയും വാനോളം പുകഴ്ത്തുന്നുണ്ട്. ശ്രീ മമ്മൂട്ടി എന്ന നടനപ്പുറത്തേക്ക് ഇതാരും ചെയ്യാനില്ല, അത്രയും നല്ല ക്യാരക്ടറാണ്. അതേ മലയാളികൾ തന്നെയാണ് നമ്മൾ റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു LGBTQ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ ട്രാൻസ് കമ്മ്യൂണിറ്റിയോട് ഏറ്റവും കൂടുതൽ വിമുഖത കാണിക്കുന്നത്. അപ്പം ആ ഒരു സിനിമ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു മാറ്റം ഫീൽ ചെയ്തു? പ്രത്യേകിച്ച് ഒരു മാറ്റം ഫീൽ ചെയ്തതായി തോന്നുന്നില്ല. ആ ഫിലിം ഇറങ്ങി ഒരു 2-3 ദിവസം നല്ല കുറച്ച് ആൾക്കാർ കാതൽ സിനിമ പോയി കണ്ടു, നിങ്ങളുടെ ഒരു റെസ്പെക്ട് തോന്നുന്നു, ഒരു ഇഷ്ടം തോന്നുന്നു, അന്ന് ഓക്കെ ആയിരുന്നു. അത് കാതൽ, മമ്മൂട്ടിയുടെ കാതൽ. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നും ആ ഒരു അതൊന്നും ഒരു ആൾക്കാർ അത്രത്തോളം അത് കുറച്ച് നാളത്തേക്ക് നിൽക്കുന്ന കാര്യം. ആ സിനിമയുടെ ഇൻഫ്ലുവൻസും കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കൊന്നും ഇതുവരെ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ജനങ്ങളുടെ മൈൻഡ് ഇൻഫ്ലുവൻസ് അത് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് പ്ലാറ്റ്ഫോം. എല്ലാവരും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം സീസൺ 6 വന്നപ്പോൾ ശ്രുതിയുടെ പേര് കേട്ടു, എല്ലാ സീസണിലും ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ചെയ്തിരുന്നു. അതെ അതെ, എനിക്കൊന്ന് ആ ടൈമിൽ എന്തോ ഒരു വീഡിയോ പ്രാങ്ക് ആയിട്ട് ഇടുകയും ചെയ്തു ഇല്ലേ ജാസി? അത് ഞാൻ ഓൾറെഡി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൽ പോകണമെന്ന്, എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്, ഡ്രീമാണ്. അതുപോലെ എൻ്റെ ഫ്രണ്ട് കീക്കിയുടെ ഭയങ്കര ആഗ്രഹമാണ്. അവൾ എപ്പോഴും പറഞ്ഞു നമുക്ക് നടക്കും, ഇവള് വരത്തില്ല കാരണം ഇവള് ഭയങ്കര ഇമോഷണൽ ആയതുകൊണ്ട്. ഞാനൊക്കെ 2 ദിവസം കരഞ്ഞോട്ടെ ഇവൾ അവിടെ നിൽക്കുന്നത് എനിക്ക് അറിയില്ല. ഇവൻ കീക്കി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പോൾ എന്നോട് കീക്കി കിട്ടി നമുക്ക് പോകാട്ടെന്ന് പറയും. ഇതേപോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസ് പോകുന്നത്. എല്ലാ പ്രാവശ്യത്തെ പ്രഡിക്ഷൻ ലിസ്റ്റിലും ഇപ്പോൾ കഴിഞ്ഞ സീസണിലും ഇപ്പോൾ വരാൻ പോകുന്ന സീസൺ 7ലും അടക്കം പ്രഡിക്ഷൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് 2 പേരും. അപ്പോൾ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യം പോകണം എന്ന ആഗ്രഹം. ആള് കയറാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ചെറിയൊരു ടാസ്ക് അല്ല അത്. അതെ, ഇപ്പം കിട്ടുന്ന ഒരു സൈബർ ബുള്ളിങ് ഉണ്ടല്ലോ ഈ ഒരു കോൺടെസ്റ്റൻസ്. എൻ്റെ ഭയങ്കര ഒരു ഞാൻ ഇപ്പോഴത്തെ ബിഗ് ബോസിൽ ഭയങ്കര വിൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു ജാസ്മിൻ ജാഫർ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷെ അവളെ എനിക്ക് മുമ്പ് അറിയില്ല, പക്ഷെ അവളെ ഫ്രണ്ട് എൻ്റെ നല്ല ഫ്രണ്ട്. അപ്പോൾ അവൾ പറഞ്ഞ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഞാൻ ഒരുപാട് സപ്പോർട്ടിങ് വീഡിയോസ് അവൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു കുട്ടിയുടെ കംപ്ലീറ്റ് ഇമാജിനെ ബാധിക്കുന്ന രീതിയിലൊക്കെ പുറത്ത് വന്നല്ലോ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഒരു ചെറിയ പേടിയില്ലാണ്ടില്ല. പക്ഷെ എന്തായാലും പോയ ഒരു എക്സ്പീരിയൻസ് വേണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടിയ എന്തായാലും ഞാൻ പോകും. ശ്രുതി എന്തായാലും പോവില്ല. ഇല്ല, ഞാൻ ആ ഷോയിന്റെ ഒരു എപ്പിസോഡ് ഫുള്ളായിട്ട് അങ്ങനെ ഇരുന്ന് കാണാത്ത ആളാണ്. എനിക്ക് ഇപ്പോഴും അങ്ങനെ വലിയ താല്പര്യം. ഇപ്പൊ UAE വന്നിട്ട് എത്ര വർഷം? ഞാൻ 7 years. അപ്പം ഇതിൽ നമ്മൾ 7 years എന്ന് പറയുമ്പോഴത്തേക്കും ലൈഫിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് തോന്നിയത്? ഞാനിവിടെ വന്നതിന് ശേഷം സ്വന്തമായിട്ട് ഒരാളുടെ ഹെൽപ്പില്ലാതെ വീട്ടുകാരുടെയും ഒരു രൂപ പോലും ചിലവാക്കാതെ എൻ്റെ ഒരു ഡ്രീം ഹൗസ് ഇപ്പോൾ പ്ലാനിങ്ങിൽ. അതാണ് ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും എൻ്റെ ഡ്രീം. ഇവിടുത്തെ UAE ലൈസൻസ് എടുത്തത്. അത് എടുത്തപ്പോൾ ഭയങ്കര ഡ്രീമായിട്ട് തോന്നി. പക്ഷേ അറിയാലോ, നമുക്ക് എടുക്കുമ്പോൾ UAE ലൈസൻസ് എടുക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്. പക്ഷേ 2 വർഷം കഴിഞ്ഞു, ഇപ്പം അതൊരു സാധാരണ സംഭവമായിട്ട് തോന്നുന്നു. ലൈസൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രുതി ഡ്രൈവ് ചെയ്യുന്ന കുറച്ച് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻസ് കണ്ടിരുന്നു, ഫ്ലെക്സിബിൾ ആയിട്ട് ഓടിക്കുക എന്നുള്ളത്. അതിനെയും നെഗറ്റീവായിട്ട് കാണുന്ന കുറേ കോമൻസ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും പ്രശ്നമാണല്ലേ സോഷ്യൽ മീഡിയയിൽ. എന്ത് ചെയ്താലും ശ്രുതി ചെയ്യുന്നത് എന്തും ഒരു പ്രശ്നമായിട്ട്. ഇപ്പോൾ വീട് പണിയുന്നത് എത്രത്തോളം ഒരാളുടെ ആഗ്രഹമാണ്. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ നാട്ടിൽ നമ്മളൊരു വീട് പണിയുക എന്നുള്ളതാണ്. അപ്പോൾ 7 വർഷത്തിന് ശേഷമാണ് എനിക്കത് സാധിച്ചത്. ചിലപ്പോൾ ഞാൻ വിചാരിക്കും 7 വർഷം എന്നെ സംബന്ധിച്ച് അത് ലേറ്റായി പോയിന്ന്. ചിലർ വിചാരിക്കും 10-15 വർഷം ഇവിടെ കിടന്നിട്ട് വീട് പണിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അവരുടെ നോട്ടത്തിൽ 7 വർഷത്തിനുള്ളിൽ വീട് പണിതല്ലോ എന്നുള്ളൊരു. അപ്പോൾ അതിനടിയിൽ പോലും റിയൽ എസ്റ്റേറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥലം വിറ്റിട്ടല്ലേ വീട് പണിയുന്നത്, സ്ഥല കച്ചവടം നടത്തിയിട്ടല്ല. അത് വേറെ അതായത് നമ്മൾ വേറെ മോശം പണിക്ക് പോയിട്ടാണ് വീട് പണിയുന്നതെന്ന് പോലും കമൻ്റൊക്കെ വരുമ്പോൾ ഞാൻ ആലോചിക്കും, ഓക്കെ ഞാൻ ചിലപ്പോൾ താങ്ങും. പക്ഷെ എൻ്റെ വീട്ടുകാരിത് കാണുമ്പോൾ, കാരണം എൻ്റെ ഇപ്പോൾ വീട് പണിയുന്നതിൻ്റെ 1 ദിറംസ് ആണെങ്കിൽ പോലും കറക്റ്റ് കണക്ക് എനിക്കുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവ് ഗെയിം, അതിൽ നിന്ന് വരുന്ന ആ എമൗണ്ട് നാട്ടിലേക്ക് വിഡ്രോ ചെയ്യുന്നു. സോ കറക്റ്റ് എവിഡൻസ് എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ സോഴ്സ് ഓഫ് ഇൻകം. അപ്പോൾ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ഇടുമ്പോൾ എൻ്റെ വീട്ടുകാർക്കും അറിയാമല്ലോ. കാരണം എനിക്ക് അമ്മ എപ്പോൾ വേണമെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്ത് ധൈര്യമായിട്ട് നിൽക്കാൻ പറ്റും എവിടെ നിന്നാണ് എൻ്റെ ഇൻകം എന്നുള്ളത്. പക്ഷെ ആളുകൾ ഇതൊന്നും അറിയാതെ സ്ഥല കച്ചവടം നടത്തിയിട്ടാണ് വീട് പണിയുന്നത്, അവർക്ക് മറ്റേതെല്ലാം ജോലി, ഇവക്കൊക്കെ പെട്ടെന്ന് എന്തും ആവാമല്ലോ, അങ്ങനെയൊക്കെ കമൻറ്റ് വരുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും നമ്മുടെ ഒരു സ്വപ്നത്തിനെയാണ് അവർ ആ ഒരു രീതിയിൽ വൾഗറായിട്ട് ചിത്രീകരിക്കുന്നതെന്ന് തോന്നും. നമ്മുടെ സ്വപ്നങ്ങളും നമ്മളുടെ കഷ്ടപ്പാടുകളും മറ്റുള്ളവർക്ക് വളരെ തമാശയായിട്ട്. അതെ, പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇവിടെ വന്ന് ആസ് എ ലേഡി, നമ്മളിപ്പോൾ ലൈവിൽ ഇരുന്ന് ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇത്ര ഈസി സംഭവമൊന്നുമല്ല. ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ ആണ്. കാരണം നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ തോൽക്കും, ചിലപ്പോൾ ജയിക്കും. തോറ്റു കഴിഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് ടീം പറയുന്ന ഹെവി പണിഷ്മെൻ്റ് ഒക്കെ നമ്മൾ സ്പോട്ടിൽ എന്താണോ പണിഷ്മെൻറ്റ് അത് എടുക്കേണ്ടത്. അപ്പോൾ അത്രയും നേരം നമ്മൾ ഫൈറ്റ്, എൻ്റെ സൗണ്ട് തന്നെ
ത്രോട്ട് എനിക്കിപ്പോൾ പ്രശ്നമായി 5 to 6 hours നമ്മളിരുന്ന് തൊണ്ട കാറി ഗെയിം കളിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. അപ്പോൾ എല്ലാ ജോലിക്കും എല്ലാ സംഭവങ്ങൾക്കും അതിൻ്റെതായ ഒരു റിസ്ക് ഉണ്ട്. അതിപ്പോൾ ഈ ലൈവിനും നമ്മൾ ഇത്രയും അവേഴ്സ് നമ്മൾ ഉറക്കം കളഞ്ഞ് വെളുപ്പിന് 4 മണി വരെ നമ്മളിരുന്ന് ഗെയിം കളിച്ചിട്ടേക്ക് നമുക്കൊരു ഇൻകം കിട്ടുക. അപ്പോൾ അതൊക്കെ എല്ലാ റിസ്കോട് തന്നെ ഞാൻ ഈ വീട് പണിയുമ്പോൾ എനിക്ക് അതൊരു ഡ്രീം അച്ചീവ്മെൻറ്റ്, ഭയങ്കര ഹാപ്പിയാണ്. എത്ര നെഗറ്റീവ് കേട്ടാലും ഞാൻ അതിൽ ഹാപ്പിയാണ്. നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും അടുത്ത സുഹൃത്താരാണ്? ഇപ്പം നിങ്ങൾ 3 പേരും ഒറ്റക്കെട്ടാണ്, അതിൽ വേറെ തർക്കമൊന്നുമില്ല. അപ്പം നിങ്ങളുടെ 3 പേരുടെയും ഏറ്റവും നല്ല സുഹൃത്താരാണ്? എന്താണ് കിക്കിയുടെ ഏറ്റവും നല്ലൊരു ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയത്? നമുക്ക് എന്ത് വിശ്വസിച്ച് പറയാം, ഇവനൊക്കെ ഒരു നെഗറ്റീവ് വന്ന ഒരു സൈഡിൽ ഞാനും ആശ്വസിപ്പിക്കാനുണ്ടാവും, മറു സൈഡിൽ അവളും ആശ്വസിപ്പിക്കാനുണ്ടാവും. ആ 2 പേരുടെ സപ്പോർട്ട് മതിയും ഓവർകം ചെയ്യാൻ. കാരണം അവള് ഇപ്പോൾ നമ്മള് ഒരു കാര്യം നമ്മളെ കയ്യിൽ നിന്ന് അബദ്ധം വന്നു പോയി കഴിഞ്ഞാൽ അതിനെ കുറിച്ച് നമ്മൾക്ക് നമ്മുടെ എന്തും പറഞ്ഞ് നമ്മളെ എന്താണ് പറയാ ശിശേരിക്കാനോ എന്താ പറയില്ലേ, ശകാരിക്കാൻ നമ്മളെ എന്ത് പറഞ്ഞാൽ നമ്മളെ ശകാരിക്കാനുള്ള ഫ്രീഡം ഉണ്ട്. വിളിച്ച് സംസാരിച്ച് അവളത് പറഞ്ഞിരിക്കും. അത് ലൈക്ക് നമ്മൾ വിളിച്ചില്ലെങ്കിൽ അവളത് നമ്മളെ വിളിച്ച് സംസാരിക്കും, ജാസ്മിൻ നീ അങ്ങനെ ചെയ്തത് ശരിയായില്ല, നീ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു എന്ന് പറഞ്ഞ്. പിന്നെ പേഴ്സണലി അവള് നമ്മളെ ഒരു ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു ക്ലാഷ് വന്നിട്ടില്ല. അത് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിൽ ഏറ്റവും. കാരണം ഒരു കാര്യത്തിനെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കണ്ടോ അല്ലെങ്കിൽ നമുക്ക് സൗണ്ട് മാറി സംസാരിക്കണ്ടോ ഇടവരുത്താത്ത ഫ്രണ്ട്ഷിപ്പാണ് എപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പ്. ഒരു റീസണിലോ ആഫ്റ്റർ ചിന്തിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ, പറഞ്ഞു തരും നമുക്ക്. ഇപ്പം ജാസി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പം പെട്ടെന്ന് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു ഇൻഫ്ലുവൻസർ ആരാണ് UAE? എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നുകയാണെങ്കിൽ അജ്മൽ ഖാൻ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് സുഹൃത്ത് ബന്ധം മെയിൻറ്റെയിൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് അല്ലേ, എപ്പോഴും ആ ഒരു സുഹൃത്ത് ബന്ധം ഡൗൺ ടു എർത്ത് ആണ്. ഒരുപാട് വലിയ നെല്ലെത്തിയിട്ട് പോലും എല്ലാവരോടും കാണിക്കുന്ന ആ ഒരു സിംപ്ലിസിറ്റി അതെനിക്ക് ഭയങ്കര, പലരും കുറച്ച് അങ്ങ് ഫോളോവേഴ്സ് കയറുമ്പോൾ തന്നെ ഭയങ്കര ഒരു ജാട അല്ലെങ്കിൽ ഒരു ഇത് അതൊന്നുമില്ലാതെ ഭയങ്കര എപ്പോൾ കണ്ടാലും വന്ന് സംസാരിക്കും, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുതരും. ആ ഒരു ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ഇതല്ല ലൈക്ക് കണ്ട ആൾക്കാരിൽ നിന്ന് എടുത്ത നല്ലൊരു ക്വാളിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ റിയൽ ലൈഫും രണ്ടും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ റീൽസിൽ കാണുന്നത് പോലെയല്ല നിങ്ങളോട് സംസാരിക്കുമ്പോൾ. നിങ്ങൾ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണലി എനിക്കൊന്ന് വൾണറബിൾ ആണെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് നിങ്ങളെ ഫീൽ ചെയ്യുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ബൗണ്ടറീസ് സെറ്റ് ചെയ്യുന്നത്? നിങ്ങളെ തന്നെ ഒരു ബൗണ്ടറീസ്, അതായത് ഇപ്പം ഓൺലൈൻ ഇത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ പ്രൊഫഷണൽ ലൈഫ് ഇത് ഇങ്ങനെയാണ്, എൻ്റെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെയാണ്. അപ്പം റീൽസിലും റിയൽ ലൈഫിലും ആയിട്ടുള്ള ഒരു ബൗണ്ടറീസ് നിങ്ങൾ എങ്ങനെയാണ് സ്വയം സെറ്റ് ചെയ്യുന്നത്? എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഈ ഇടയ്ക്ക് ഒരു ബീച്ച് ഷൂട്ട് ചെയ്തായിരുന്നു, ഷോർട്സ് ഇട്ടിട്ട്. എനിക്ക് തോന്നുന്നു ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യമായിട്ട് അത്രത്തോളം എക്സ്പോസ് ചെയ്തത് ഇതിട്ടോ ലെഗ് മാത്രം, ഷർട്ടാണ്, ഫുള്ള് ഷർട്ടാണ്, ഒരു ചെറിയ ഷോർട്സ് ഇട്ടിട്ട് ബീച്ച് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിൽ ചെയ്തിരിക്കുന്നതിൽ കുറച്ച് എക്സ്പോസ് ആയിട്ടുള്ളത് അത് മാത്രമാണ്. പക്ഷെ ഇന്നേ വരെ നമ്മൾ ദുബായ് ആണെങ്കിൽ പോലും ഇതുവരെ ഞാൻ ഷോർട്സ് ഇട്ടിട്ട് പുറത്തിറങ്ങി നടന്നിട്ടില്ല. അപ്പോൾ എനിക്കറിയാം നമ്മൾ റീൽസ് ചെയ്യാം, ഓക്കെ സോഷ്യൽ മീഡിയയിൽ ചെയ്യാം, പക്ഷേ അത് ഞാൻ എൻ്റെ ലിമിറ്റ് അതാണ്. എനിക്ക് പുറത്തിടാനായിട്ട് ഭയങ്കര ഷൈ ആണ്, ഭയങ്കര പേടിയാണ്. ആ ഷൂട്ടിന് പോലും നമ്മൾ വീട്ടിൽ നിന്ന് റെഡി ആയിട്ട് ആ ഷോർട്സ് ഇട്ടിട്ട് ബീച്ചിലേക്ക് വെളുപ്പിന് കേട്ടോ നമ്മൾ വണ്ടി കയറി പോകുന്നു, ആ ജസ്റ്റ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി വണ്ടിയിൽ കയറുമ്പോൾ പോലും ആ ഷോർട്സ് ഇട്ടതിന് ഞാൻ അനുഭവിച്ച ആ ഒരു ഷൈ എത്രത്തോളം ഇവർ കണ്ടതാണ്. കാരണം എനിക്ക് ഭയങ്കര ചമ്മലായിരുന്നു. കാരണം എനിക്കറിയാം എന്നെ ആളുകൾക്ക്, എൻ്റെ വ്യൂവേഴ്സിന് എന്നെ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂമിൽ നാടൻ രീതിയിൽ സാരി ചുരിദാർ അങ്ങനെ കാണാൻ ഇഷ്ടം, അങ്ങനെ എന്നെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ പെട്ടെന്ന് ഈ ഷൂട്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഒരു 1.5 ഇയർ എൻ്റെ പുറകെ നടന്നിട്ട് ഞാൻ അവസാനം സമ്മതിച്ചൊരു ഷൂട്ടാണ്. അപ്പോൾ എനിക്ക് അതെൻ്റെ ഒരു ലിമിറ്റാണ്. എനിക്കും ഇഷ്ടമൊക്കെയാണ് ഇവിടെ വന്ന് നമുക്ക് ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ദുബായ് അല്ലേ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ. പക്ഷേ എൻ്റെ ലിമിറ്റ് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ആരും പേടിച്ചിട്ടൊന്നുമല്ല, എനിക്ക് സ്വയം എക്സ്പോസ് ചെയ്യുന്നതിൽ എനിക്കൊരു ലിമിറ്റ് ഉണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്കും പോകാൻ പറ്റില്ല. അതെൻ്റെ റിയൽ ലൈഫാണ്. റീൽസിൽ കാണുന്ന ഷോർട്സ് ഇട്ടിട്ട് അതൊരിക്കലും റിയൽ ലൈഫിൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ ഭയങ്കര നാടൻ ക്യാരക്ടറാണ്, ഭയങ്കര ഒരു ഫാമിലി മെറ്റീരിയലാണ്.